ഇന്നത്തെ നിയമസഭാ മാർച്ചിന്റെ തുടർ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇതര പോഷക സംഘടനകളെയും തെരുവിലിറക്കി വിഷയം സജീവമാക്കി തെരഞ്ഞെടുപ്പ് വരെ സജീവമാക്കിക്കൊണ്ട് നിർത്താനാണ് തീരുമാനം. അങ്ങനെ 4 ഗ്രനേഡ് വലിച്ചെറിഞ്ഞാൽ അതോടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം പിന്നോട്ട് പോകുമെന്നുള്ളതാണ് പിണറായി വിജയൻ കണക്കാക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ മന്ത്രിമാർ എത്ര പേർ സമാധാനത്തോടെ തെരുവിലേക്ക് ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ തെരുവിലിറങ്ങി പരിപാടികൾക്ക് സന്ദർശിക്കും എന്നുള്ളത് ഞങ്ങൾ വഴിയെ കാണിച്ചു കൊടുക്കുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഈ സർക്കാരിനെതിരെ ഉണ്ടാകും. ഈ സർക്കാരിന് ധാർമ്മികമായ അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഇവർക്കെതിരെ ശക്തമായ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ തെരുവിൽ ഈ സർക്കാരിനെ ഞങ്ങൾ നിരന്തരമായി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ആദിൽ പാലോട് ചേരുന്ന വിശദാംശങ്ങളുമായി. ആദിൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കണ്ടത്. യൂത്ത് കോൺഗ്രസ് ഒപ്പം മറ്റ് പോഷക സംഘടനകളൊക്കെ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടക്കം മാത്രമാണ് എന്ന് നേതാക്കൾ പറയുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. സാധാരണയിൽ അധികം ഒരു പോരാട്ട വീര്യം യൂത്ത് കോൺഗ്രസിന്റെ ശരീരഭാഷയിലും പ്രവർത്തകരുടെ ഇടപെടലുമെല്ലാം കണ്ടിരുന്നു. ഏതായാലും സമാനമായ തുടർ പ്രതിഷേധ പരിപാടികൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കൾ പറയുന്ന പ്രതികരണം. ഇന്ന് 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ഇന്ന് പ്രതിഷേധം നിയമസഭാ മാർച്ച് എന്ന നിലയിൽ തുടങ്ങിയ പ്രതിഷേധം നീണ്ടു നിന്നു എന്നുള്ളതാണ്. 5ഓ 6ഓ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോഴും പ്രവർത്തകർക്ക് ഇളക്കമുണ്ടായിരുന്നില്ല. 2 ജലപീരങ്കികൾ കൊണ്ടുവന്ന് 2 ജലപീരങ്കിയുടെയും വെള്ളം തീർന്നതിന് ശേഷം പിന്നീട് ഗ്രനേഡും മറ്റും കണ്ണീർവാതകം അടക്കമുള്ളവ പൊട്ടിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞുപോയത്. ആ സമര പോരാട്ടം തെരഞ്ഞെടുപ്പ് വരെ 2026 അടുത്ത മാസങ്ങളിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വിഷയം സജീവമാക്കി നിർത്താനുള്ള തെരുവിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. ആദിൽ പാലോട് വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഏതായാലും